ഹൈ ഓക്കെ ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ സ്കൂളെല്ലാം തുറന്നു. സ്കൂളിൽ പോകുന്നതിൻ്റെയും സ്കൂളിൽ വിടുന്നതിൻ്റെയും എല്ലാം തിരക്കുള്ളത് കൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ കൃത്യമായി കൂടുവാൻ സാധിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടും അതുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്കെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ ഇപ്പോൾ ഇടുവാൻ ഒരല്പം വൈകുന്നത്. ഓക്കെ, ഏതായാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് സമയം ഇതുപോലെ കിട്ടുന്ന സമയത്ത് ക്ലാസ്സുകൾ കണ്ട് ഇതുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇപ്പം ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാകുമ്പോൾ കുറേ അധികം സംശയങ്ങൾ വരുവാൻ തുടങ്ങി. കാരണം കുറേ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലർക്കും സാധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഇതെങ്ങനെ പറയും എന്നത് ഇങ്ങോട്ട് ചോദിക്കുവാൻ തുടങ്ങി എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ ഇനി വളരെയധികം ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നത്. കാരണം ഒരാൾ ഇങ്ങോട്ട് ചോദിച്ച ഒരു സംശയമാണ്, ന്യായമായും തോന്നാവുന്ന ഒരു സംശയം. ഞാൻ ചെയ്തു എന്ന് പറയുവാൻ എനിക്കറിയാം, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്ന് ഞാൻ എങ്ങനെ പറയും? അതാണ് ഒരാൾ ചോദിച്ച സംശയം. ഓക്കെ, ആ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, കം ടു ദി ക്ലാസ്. ഓക്കെ, ഞാൻ കഠിനമായി വർക്ക് ചെയ്തു എന്ന് പറയാൻ എനിക്കറിയാം. അതായത് അതെങ്ങനെയാണ് പറയുന്നത്? ഐ വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഠിനമായി വർക്ക് ചെയ്തു എന്നാണെന്ന്. പക്ഷേ എന്നെ കൊണ്ട് കഠിനമായി വർക്ക് ചെയ്യിപ്പിച്ചു എന്ന് പറയണം. അതെങ്ങനെയാണെന്നാണ് സംശയം. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇതാ ഒന്ന് ശ്രദ്ധിച്ചോണേ. അവർ നമ്മൾ മലയാളം ആദ്യം എഴുതുന്നു. അവർ എന്നെ കൊണ്ട് കഠിനമായി വർക്ക് ചെയ്യിച്ചു. കഠിനമായി ജോലി ചെയ്യിച്ചു. വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞ ജോലി ചെയ്തെന്ന്. എന്നെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിച്ചു എന്നാണ് പറയേണ്ടത്. ജോലി ചെയ്യിപ്പിച്ചു എന്നൊന്ന് പറയണമെങ്കിൽ എങ്ങനെ നമ്മൾ പറയും എന്നതാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾക്ക് തോന്നിയ സംശയം. ഓക്കെ, ഇത് നിങ്ങളാണെങ്കിൽ പറയുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുമോ? ഇത് സാധിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യൂ. ഇതിന് പറയുന്നതാണ് നമ്മള് they made me എന്ന് പറയണം. they made me എന്ന് പറഞ്ഞാൽ they made me to work hard എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. they made me to work hard എന്ന് പറഞ്ഞാൽ അവർ എന്നെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിച്ചു എന്ന് അർത്ഥം വരും. ഞാൻ കഠിനമായി ജോലി ചെയ്തു, എന്നെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിച്ചു എന്ന് വന്നു. ഇതുപോലെ തന്നെ ഇനി ഇത് അർത്ഥം മനസ്സിലായല്ലോ. ഇതുപോലെ ഒരു 2-3 സെന്റൻസുകൾ ഒന്ന് പറഞ്ഞു നോക്കുക. അന്നേരം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. ഓക്കെ, ഞാൻ നന്നായി പഠിച്ചു എന്ന് പറയണം. ഞാൻ നന്നായി പഠിച്ചു. അതുപോലെ ഞാൻ നന്നായി പഠിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ സ്റ്റഡീഡ് വെൽ എന്ന്. അതിന്റെ പാസ്റ്റ് ടെൻസി പറഞ്ഞാൽ മതി കേട്ടോ. സബ്ജക്ട് കഴിഞ്ഞ് പാസ്റ്റ് ടെൻസി വെർബ് പറഞ്ഞാൽ മതി. അന്നേരം ഐ സ്റ്റഡീഡ് വെൽ എന്ന് പറഞ്ഞാല് ഞാൻ നന്നായി പഠിച്ചു. അത് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അന്നേരം എന്നെ കൊണ്ട് നന്നായി പഠിപ്പിച്ചു. പഠിപ്പിക്കുകയല്ല ചെയ്തത്, പഠിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതാണ് നമ്മൾ പറയുന്നത് പഠിപ്പിച്ചു. അതായത് അതിനേക്കാൾ നല്ലൊരു വാക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഈ പഠിപ്പിച്ചു. എന്നെ കൊണ്ട് നന്നായിട്ട് അവര് പഠിക്കാൻ പറഞ്ഞു പഠിപ്പിക്കുക. അതാണ് ചെയ്തത്. അത് പറയുന്നത് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഞാൻ നന്നായി എഴുതി എന്ന് പറയണം. എങ്ങനെ പറയും? ഐ റോട്ട്, ഐ കഴിഞ്ഞിട്ട് റോട്ട് വെൽ. അല്ലെ, അവൻ നന്നായി എഴുതി. ഹി റോട്ട് വെൽ എന്ന്. അവൻ നന്നായി എഴുതിയെന്ന്. ഇനി അവനെ കൊണ്ട് നന്നായി എഴുതിപ്പിച്ചു എന്ന് പറയണം. അവനെ കൊണ്ട് നന്നായി എഴുതിപ്പിച്ചു. അവൻ എന്ന് പറഞ്ഞാല് സബ്ജക്റ്റിനാണ്. ആരാണ് ചെയ്തത്?
ചെയ്ത ആളുടെയും കൂടെ പേര് വരണം കേട്ടോ. എഴുതിപ്പിച്ചു. ഞാൻ തന്നെ എഴുതിപ്പിച്ചെന്ന് വായിക്കോ. ഞാൻ അവനെ കൊണ്ട് നന്നായി എഴുതിപ്പിച്ചു എന്നാണെങ്കിലോ ഞാൻ ഐ മേഡ് അവനെ കൊണ്ട് ഹിം, ഐ മേഡ് ഹിം ടു. ഈ ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഐ മേഡ് ഹിം ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് നന്നായി. ഹി മേഡ് ഹിം ടു റൈറ്റ് വെൽ ഇവിടെ വേണേ, നന്നായി. ഞാൻ അവനെ കൊണ്ട് നന്നായി എഴുതിപ്പിച്ചു. അവൻ നന്നായിട്ടൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ എഴുതി, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എഴുതി രക്ഷപ്പെടാൻ ശ്രമിക്കായിരുന്നു. പക്ഷെ ഞാൻ അവനെ കൊണ്ട് നന്നായി എഴുതിപ്പിച്ചു എന്ന്. ഇതാണ് ഇങ്ങനെ പറയുന്നതിന്റെ ഉള്ള അർത്ഥവ്യത്യാസം. ഞാൻ ചെയ്തു, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് ഉള്ള അർത്ഥം വരുന്നതാണിത്. ആ സംശയം ചോദിച്ച കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓരോന്നും മെയ്ഡ്, സബ്ജക്റ്റ് കഴിഞ്ഞ് മെയ്ഡ് കഴിഞ്ഞ് ആരാണോ ചെയ്തത് അത് പറഞ്ഞ് ടു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, ഫസ്റ്റ് വെർബിന്റെ ഫസ്റ്റ് ഫോം പറഞ്ഞാൽ മതി കേട്ടോ. അത് ചെയ്യിപ്പിച്ചു എന്ന് അർത്ഥം വരും. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഇത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ഇത് 3 ഒരേ വാക്കുകള് ചോദിച്ച ഒരു സംശയമാണ്. ആസ് ഉണ്ട്, ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? ആസ് തന്നെയാണ് വായിക്കുന്നത്. പക്ഷെ ഒരു ശകലം നീട്ടി നമ്മളൊന്ന് പറഞ്ഞു പോയാലോ, ഇത് ആസ് ആയി പോകും. ആസ് ആസ് ആസ്. ഇതിന്റെ 3ന്റെ അർത്ഥം ക്വൈറ്റ് എൻറ്റയർലി ഡിഫറെന്റ്. അസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അസിന്റെ അർത്ഥം അസിന്റെ അർത്ഥത്തെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചത്. പക്ഷെ ഇപ്പോൾ ഇത് പറയുന്ന അസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് എന്നുള്ള രീതി അർത്ഥം വരും അല്ലേ. പക്ഷെ ഒരു ശകലം നീണ്ടുപോയാൽ ആസ് എന്ന് പറഞ്ഞാൽ അത് കഴുതയായി പോകും. ആസ്ന്ന് ഇത് തമ്മിൽ അതാണ് നമ്മള് ഒന്ന് ചിന്തിച്ചു നോക്കൂ. 26 അക്ഷരങ്ങൾ പഠിച്ച് നമ്മള് ഈ 56 അക്ഷരങ്ങൾ പഠിച്ച് നമ്മള് ഇത്രയും ക്രയവിക്രയങ്ങൾ ഈ ലോകത്ത് നടത്തുന്നുണ്ടെങ്കിൽ 26 അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ക്രയവിക്രയങ്ങൾക്കിടയിൽ വന്നേക്കാവുന്ന മാറ്റങ്ങള്, തെറ്റുകള്, അതിനെ നമ്മൾക്ക് പഠിച്ചെടുക്കാൻ എത്ര എളുപ്പമാണ്. ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ പോരെ. അതാണ് അസും ആസും. ഒരു ചെറിയ ലൈറ്റ് ഡിഫറൻസിൽ വരുന്ന ഈ അർത്ഥ വ്യത്യാസങ്ങള്, ഇതിനെ കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായിട്ട് പറയാം. ഓക്കെ. ആസ്. ഈ ആസ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് കമ്പാരിസൺ എന്ന് പറഞ്ഞാല് ഈ എന്തിനെയെങ്കിലും നമ്മള് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് സാധാരണ രീതിയിൽ ആസ് ഉപയോഗിക്കുന്നത്. അതായത് one example, as black as a crow. As black as crow. Crow means കാക്ക. കാക്കയെ പോലെ കറുത്തത് പോലെ. അതായത് ഈ കാക്കയെ ഈ കറുപ്പിനെ കാക്കയോട് കമ്പയർ ചെയ്തിരിക്കുക. അന്നേരം എത്ര കറുപ്പാണെന്നുള്ളത് അന്നേരം നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാമെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ആസ് ബ്ലാക്ക് ആസ് ക്രോ. എങ്ങനെയുണ്ട്, കളർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആസ് ബ്ലാക്ക് ആസ് ക്രോ, കാക്കയെ പോലെ കറുത്തത്. അതുപോലെ നമുക്ക് വേറെ നമ്മൾ ആസ് ചേർത്ത് പറയുകയാണ്. ആസ് ഷാർപ്പ്. ആസ് ഷാർപ്പ് ആസ് നീഡിൽ എന്ന് പറഞ്ഞാലോ, സൂചി പോലെ ഷാർപ്പായിട്ടുള്ളത്. സൂചി പോലെ ഷാർപ്പായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിന്റെ ആ ഷാർപ്പ്നെസ് നമുക്ക് മനസ്സിലാകും അല്ലേ. ഷാർപ്പ്, കൂർത്തിരിക്കുന്ന എന്തേലും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അയ്യോ ആ ഷാർപ്പ് ആസ് നീഡിൽ എന്ന് പറയാം. അതുപോലെ നമുക്ക് പറയാവുന്നതാണ് ആസ് വൈറ്റ് ആസ് മിൽക്ക്. ആസ് വൈറ്റ് ആസ് മിൽക്ക് എന്ന് പറഞ്ഞാലോ പാല് പോലെ വെളുത്തത്. ഇങ്ങനെ കമ്പാരിസൺ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ആസ് ഉപയോഗിച്ച് നടത്തുന്നത്. പക്ഷേ നമുക്ക് ഇതൊരു തണുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ആസ്
കോൾഡ് ആസ് ഐസ്. ആസ് കോൾഡ് ആസ് ഐസ്. ഐസ് പോലെ തണുത്ത്, ഐസ് പോലെ തണുത്തത്. അന്നേരം തന്നെ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേറൊരു കാര്യം പറയേണ്ടി വരികയില്ല. ഇത് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എങ്ങനെയാണ്, അതിന്റെ ഏതാണ്ടൊരു ഐഡിയ നമുക്ക് കിട്ടൂല്ലേ. പക്ഷേ ഈ ആസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞല്ലോ. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയും. ആസ് യു ലൈക്ക്, ആസ് യു ലൈക്ക്, ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന്. ഇതിന്റെ അകത്ത് അതും ഇതുമായിട്ട് എന്തെങ്കിലും, നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയാന് നമ്മൾ ഈ ആസ് ഉപയോഗിച്ചു. അന്നേരം ഈ ആസും ഇത് കമ്പാരിസൺ, ഇതെങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്തോളാനായിട്ട് അർത്ഥം വരും. അന്നേരം ഇതിന്റെ അകത്തുനിന്നൊരു ലൈറ്റ് ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട് ഈ ആസിനല്ലേ. ശരിയാണ്. അതുപോലെ തന്നെ വരും, വേറെ വരും. ഈ ആസിന് വേറെ അർത്ഥമുണ്ട്. നമ്മള് എന്താണ് പറയുന്നത്? ആസ് ഏർലി ആസ് പോസിബിൾ, സാധിക്കുന്നിടത്തോളം നേരത്തെ. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ, ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാലോ പതിവ് പോലെ. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാല്, ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ പറയുന്നതാണ് അല്ലേ. ആസ് യൂഷ്വൽ, പതിവ് പോലെ, പതിവ് പോലെ എന്ന് പറയും. അതുപോലെ പല രീതിയിൽ ആസ് നമ്മൾ ചേർക്കുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആസ് നമ്മള് കമ്പാരിസൺ മാത്രമല്ല ആസ് വരുന്നത്. ഇത് ഇപ്പം മനസ്സിലായല്ലോ. ആസൂണാസ് എന്ന് പറഞ്ഞാല് എത്രയും പെട്ടെന്ന്, എന്തേലും പെട്ടെന്ന് നിങ്ങൾക്ക് വരാവോ അത്രയും പെട്ടെന്ന്. ആസൂൺ ആസ്. അതുപോലെയാണ് ഇതിന്റെ വ്യത്യാസം. ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇത് പിന്നെ വേറൊന്ന് പറയാം. ആസ് ഐ ആം ബിസി, ഞാൻ ബിസി ആയതുകൊണ്ട്. അത് അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക്. അത് നമുക്ക് നോക്കാവുന്ന. ആസ് ഐ ആം, ആസ് ഐ ആം, ആസ് ഐ ആം ഞാൻ ആയതുകൊണ്ട്, ഞാൻ ആയതുകൊണ്ട്, ഞാൻ ആയതുകൊണ്ട്. ഇനി അതിന്റെ പാസ്റ്റ് ഫോം ആണേല് ആസ് ഐ വാസ്, ഞാൻ ആയിരുന്നത് കൊണ്ട്, ഞാൻ ആയിരുന്നത് കൊണ്ട്, ഞാൻ ആയിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ ആയിരുന്നത് കൊണ്ട് എന്ന് പറയാം. ഇതിന്റെ ഇവിടെയും ആയിരുന്നത് കൊണ്ട് ഇത് പറയുകയാണെങ്കിൽ ഇത് പറയാം. ആസ് ഐ ആം ബിസി ഐ കാണ്ട് റീച്ച് ദെയർ. ഐ കാണ്ട്, ആസ് ഐ ആം കഴിഞ്ഞാൽ ഐ കാണ്ട് വേണം. ആസ് ഐ ആം ബിസി ഐ കാണ്ട് റീച്ച് ദെയർ. ആസ് ഐ ആം ബിസി ഐ കാണ്ട്. രണ്ടും ആദ്യമേ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഇവിടെ പ്രസന്റ് ടെൻസ് തന്നെ വേണം കേട്ടോ. ആസ് ഐ ആം ബിസി ഐ കാണ്ട് റീച്ച് ദെയർ, ഐ കാണ്ട് റീച്ച് ദെയർ. ഞാൻ ബിസി ആയതുകൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരുവാൻ സാധിക്കില്ല. അതുപോലെ ആസ് ഐ വാസ്, ഞാൻ ആയിരുന്നത് കൊണ്ട്. ആസ് ഐ വാസ് ബിസി, ആസ് ഐ വാസ് ബിസി, ആസ് ഐ വാസ് ബിസി. ഇനി പറയുന്നത് നമ്മൾ നേരം ഈ കാണ്ടിന്റെ പാസ്റ്റ് ഫോം വേണം. ആസ് ഐ വാസ് ബിസി ഐ കുഡിന്റ് റീച്ച് ദെയർ, ഐ കുഡിന്റ് റീച്ച് ദെയർ, റീച്ച് ദെയർ, എനിക്ക് അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചില്ല. ഇതാണ് ഇതിന്റെ. ഇത് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ആസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം കമ്പാരിസൺ അല്ലല്ലോ. ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് പറ്റിയ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഓക്കെ, ഇപ്പം ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഓക്കെ, ഐ ഷാൽ ടെൽ യു. ഒരേ വാക്കുകള് പല സമയത്ത് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭം, സാഹചര്യം, അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നമ്മള് മലയാളം വളരെ ഈസിയാണ്. ആരും നമ്മളെ കൂടുതൽ പഠിപ്പിച്ചു തരണ്ട. ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മലയാളം സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ സംസാരിക്കും, നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് പാട്, അല്ലേ? അതുപോലെ ആകുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യമേ മുതൽ ഞാൻ പറയുന്നതാണ്, 26 അക്ഷരങ്ങൾ മാത്രം. ആ 26 അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തുവാൻ പോകുന്നത്. ഈ 56 അക്ഷരങ്ങൾ കൊണ്ട് ഇതുപോലെ പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഉപയോഗിച്ച വാക്കുകളൊക്കെ പല സമയത്ത് പല അർത്ഥത്തിൽ വരും. അതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ
നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ പ്രാപ്തരാകുന്നത്, ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ഓക്കെ, ഇഫ് യു ആർ വിത്ത് മീ, ഐ ആം വിത്ത് യു, യു ഡോണ്ട് വറി. Let's take it as a challenge. We will talk in English. Okay, then see you in the next class. Till then, bye.